യുദ്ധം 400 ദിവസം പിന്നിടവേ പ്രതീക്ഷയേറ്റ നിലയിലാണ് ഗാസൻ ജനത. മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തറും പിന്മാറിയതോടെ അന്താരാഷ്ട്ര സമൂഹം തങ്ങളെ കൈയൊഴിഞ്ഞെന്ന് അവർ കരുതുന്നു. പട്ടിണിയും ക്ഷാമവും പിടിമുറുക്കവേ ഇനി എവിടെ അഭയം തേടുമെന്നറിയാത്ത നിരാശയിലാണ് അവർ. തുടർച്ചയായ ആക്രമണങ്ങളിൽ തരിശായ ജന്മനാട്ടിൽ 7 മക്കളെ പോറ്റാൻ പാടുപെടുകയാണ് ഗാസയിലെ ഒരമ്മ ഇതിമാദ് അൽ ഖനു. ഇനി അഭയം തേടാൻ ഒരിടമില്ലെന്നും എല്ലാവരാലും പലസ്തീനിയൻ ജനത ഉപേക്ഷിക്കപ്പെട്ടെന്നും ഖനു കരുതുന്നു. ഇതുവരെ ഓടി ഒളിച്ചിരുന്ന മരണത്തെ കാത്തിരിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് കരുതുന്നു. ഗാസയുടെ ഉന്മൂലനമാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെങ്കിൽ അണുബോംബിട്ട് എല്ലാം അവസാനിപ്പിക്കട്ടെ എന്നാണ് ഖനുവിന് പറയാനുള്ളത്. സ്വന്തം കുഞ്ഞുങ്ങൾ ഇഞ്ചിഞ്ചായി മരിക്കുന്നത് കാണാൻ ശേഷിയില്ലാത്ത ഒരമ്മയുടെ രോഷമാണിത്. ഭക്ഷണവും അവശ്യ സാധനങ്ങളും എത്തിക്കാനാണെങ്കിലും അതിർത്തികൾ തുറക്കണമെന്ന് ഖനു അഭ്യർത്ഥിക്കുന്നു. എന്നാൽ മധ്യസ്ഥ ശ്രമങ്ങൾ നിർത്തിവെക്കാൻ ഖത്തറും തീരുമാനമെടുത്ത നിലയിൽ ഇനി ആരാണ് ഈ അമ്മമാരെ കേൾക്കുകയെന്ന് അവർക്കറിയില്ല. ദേർ അൽ ബാലയിൽ ഖനുവിന്റെ മക്കളെ പോലുള്ള 100 കണക്കിന് കുട്ടികൾ കാലിപാത്രങ്ങളുമായി ഐക്യരാഷ്ട്രസഭയുടേതടക്കം ട്രക്കുകളെ കാത്തുനിൽക്കുന്നത് കാണാം. അവർ നൽകുന്ന വേവിച്ച പയറും പരിപ്പും വിശപ്പ് മാറ്റില്ലെങ്കിലും ജീവൻ നിലനിർത്തുമെന്ന പ്രതീക്ഷ മാത്രം വെച്ച് 21 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴും തുടരുന്ന ഗാസയിൽ ഇന്ന് സുരക്ഷിത മേഖലയായി ഒരു പ്രദേശവും അവശേഷിപ്പിക്കുന്നില്ല എന്നതാണ് UN പറയുന്നത്. ഹമാസിന്റെ മടക്കം ചെറുക്കാനെന്ന പേരിൽ ജനവാസ കേന്ദ്രങ്ങളിൽ പോലും ഇസ്രയേൽ സൈന്യം തുടരുകയാണ്. വടക്ക് മധ്യ ഗാസ മേഖലകളിൽ 10,000ങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ. അതിർത്തികളടച്ച് പട്ടിണി ആയുധമാക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ അടക്കം ആരോപിക്കുമ്പോൾ വടക്കൻ ഗാസ കടുത്ത ക്ഷാമത്തിന്റെ പിടിയിലാണെന്ന് ആഗോള ഭക്ഷ്യസുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം കഴിഞ്ഞ വർഷകാലയളവിൽ 1 മില്യൺ ടണ്ണിലധികം ഭക്ഷ്യവസ്തുക്കളും മറ്റിതര അവശ്യ സാധനങ്ങൾ ഗാസയിലേക്ക് എത്തിച്ചെന്നാണ് UN ഇസ്രയേൽ വക്താവ് ഡാനി ഡാനൻ UN സുരക്ഷാ കൗൺസിലിൽ അവകാശപ്പെട്ടത്. റിസർച്ച് ഡെസ്ക് ന്യൂസ് മലയാളം.